Smile greetings everybody. Welcome to Smile and Heal. I am your smiler, Rajya. നമുക്കൊക്കെ അറിയാം ടെയിൽ ബോൺ പെയിൻ ഇന്നത്തെ കാലത്ത് 2 വീലേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒത്തിരി ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ടെയിൽ ബോൺ പെയിൻ ചിലപ്പോൾ ഡിഫിക്കൽട്ടി തരാറുണ്ട് അല്ലേ. വയസ്സായ ആളുകൾക്കായോട്ടെ അത് ഏജ് ഒരു ഫാക്ടറേ അല്ല ഇന്ന്, അങ്ങനത്തെ രീതിയിൽ. സോ അതിന് നമുക്ക് സുജുക് തെറപ്പിയിൽ എങ്ങനെ ഈസിലി ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന് നോക്കാം. ആ പെയിൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം നല്ല ഈസിലി ആൻഡ് സ്മൂത്ത്ലി. ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ഫുൾ ബോഡി കറസ്പോണ്ടൻസ് ഉണ്ട്. ഇതാണ് കൈയുടെ ബാക്ക് സൈഡ് ഓഫ് ദ ബോഡി ആൻഡ് ഇത് നമ്മുടെ ബാക്കിലാണല്ലോ ടെയിൽ ബോൺ വരുന്നത്. സോ ബാക്ക് ബോണിന്റെ ഫുൾ റെപ്രസെന്റേഷൻ കൈയുടെ ബാക്ക് സൈഡിലാണ്. സോ ടെയിൽ ബോൺ കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇൻ ബിറ്റ്വീൻ ദ റിംഗ് ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗറിൽ ഈ ഒരു ഏരിയയിൽ. സോ ടെയിൽ ബോൺ പെയിൻ ഉള്ള സമയത്ത് നമ്മൾ കൈ കമത്തി വെക്കുക. എന്നിട്ട് കൈയുടെ ഈ പോയിന്റ്, ദ ടിപ്പ് ഓഫ് ദ കൈയുടെ പാമിന്റെ ബാക്കിൽ അവിടെ നമ്മൾ പതുക്കെ ഇങ്ങനെ ഒരു പ്രോബ് കൊണ്ട് ജസ്റ്റ് സട്ടിൽ പ്രസ് ആവുള്ളൂ. പെയിൻ ഉള്ളപ്പോൾ നല്ല പെയിൻഫുൾ ആയിരിക്കും. അത് ഏത് കൈയിലാണ് പെയിൻഫുൾ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ആ ഒരു പോയിന്റ് നല്ല പോലെ ഒരു ജെന്റിൽ പ്രസ്സേ കൊടുക്കാവുള്ളൂ, ജസ്റ്റ് ഒരു പ്രഷർ അങ്ങനെ കൊടുത്ത് നോക്കാം. പ്രോബ് ഇല്ല, നോ പ്രോബ്ലം. നമ്മൾ കൈ വെച്ചിട്ട് തമ്പ് വെച്ച് അവിടെ ഒന്ന് പ്രസ് ആൻഡ് മസാജ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് നമ്മൾ ഒന്ന് പ്രസ്, സർക്കിൾ ആൻഡ് റിലീസ് അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ അതിൽ വ്യത്യാസം വരും. ഏത് കയ്യിലാണ് കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള ആ കയ്യിൽ നമുക്ക് നോക്കാം, ആ കയ്യിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം. ഓക്കെ, സോ ഇമാജിൻ ഈ ലെഫ്റ്റ് കയ്യിലാണ് കൂടുതലായിട്ട് പെയിൻഫുൾ ആയിട്ട് തോന്നിയത്. സോ അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു മൈക്രോപോർ പേപ്പർ പ്ലാസ്റ്റർ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഈസിലി അവൈലബിൾ. അത് ഇങ്ങനെ ഒരു സൈഡിൽ ഇച്ചിരി ലോങ്ങർ ആയിട്ട് എടുക്കുക, അതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഏരിയയിൽ കുറച്ച് ഒരു 10 to 12 നമ്പർ ഉലുവ, ഓക്കെ, അതെടുത്തിട്ട് നമ്മുടെ ഈ ഫിംഗർ ഇങ്ങനെ ക്രോസ് ചെയ്യുക. ഇവിടെ ആ ഏരിയ നമ്മൾ മസാജ് ചെയ്തല്ലോ, ആ ഏരിയയിൽ ഉലുവ ടച്ച് ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വെക്കുക. ഇതെന്തിനാ വെച്ചേ, ഇത് നല്ല രീതിയിൽ ഫേം ആയിട്ട് സ്റ്റഡി ആയിട്ട് ഇരിക്കാനായിട്ട്, സെക്യൂർ ആയിട്ട്. ഈ ഒരു ജോയിന്റഡ് ഏരിയയിലാവുമ്പോൾ പെട്ടെന്ന് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഫേം ആയിട്ട് അവിടെ ഇരിക്കും. ആൻഡ് ടൈം ടു ടൈം നിങ്ങളിത് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇത് ഒട്ടിച്ചുകൊണ്ട് കിടക്കാം. ഇതിൻ്റെ ഇത് നീളം കൂട്ടി ഒട്ടിക്കാം, നോ പ്രോബ്ലം, പ്ലാസ്റ്റർ. ബട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കണം. ഓക്കെ, കൈയിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കുക. ഫുൾ പ്ലാസ്റ്റർ ഇങ്ങനെ അങ്ങനെ ഒന്നും ഒട്ടിക്കരുത്. നീറ്റായിട്ട് നമ്മുടെ ബോഡീനെ നമ്മൾ ഗിവിങ് യുവർ ലവ് ആൻഡ് അഫെക്ഷൻ. സോ ഇതിനെ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പോയിന്റിന് ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പിലെങ്ങാനും മസാജ് ചെയ്തോളൂ ഓവർ ദ സീറ്റ്സ്. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുക. 1 day കൊണ്ട് തന്നെ അത് പെയിൻ കുറയും. ബട്ട് കണ്ടിന്യൂ ദിസ് ട്രീറ്റ്മെന്റ് ഫോർ അനദർ 5 to 7 days so that full cure നമുക്കത് കിട്ടുന്ന പോലെ. Okay, so do this treatment and do leave the feedback once you find the relief. Until we meet next, keep smiling, enjoy your life, smile. Thank you.